ആ പറ പറ ഹലോ ഗായ്സ്. ആ ഞങ്ങളുടെ പുതിയ ഡയറ്റിനെ കുറിച്ചിട്ട് പറയാൻ വന്നതാണ് അല്ലേ നസിലേ? അപ്പോൾ ഗായ്സ്, നമ്മളുടെ പുതിയ ഒരു 45 ഡേയ്സിൻ്റെ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തായിരുന്നു. ഡെയിലി വീഡിയോ നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്നുണ്ട്. കാര്യം ലാസ്റ്റ് ഒരു 30 ഡേയ്സ് ചലഞ്ചിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ചലഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ബിസി കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഡെയിലി അപ്ഡേറ്റ് ആയിരുന്നു. ഓരോ വീഡിയോ ഞാൻ 20-30 മിനിറ്റൊക്കെ എടുത്ത് വെക്കും അല്ലേ? കൊണ്ടായി കൊടുത്തേച്ചിലേക്ക്. അപ്പോൾ ആ ഒരു വീഡിയോ ഡെയിലി അപ്ഡേറ്റ് പോലെ ഞാൻ 30 വീഡിയോ അതെൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് അതേപോലെ ഡെയിലി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും നടക്കില്ല. എടുക്കണ്ട അപ്പോൾ കേൾക്കില്ല. എന്നാൽ എടുത്തരാം. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇതില്ല മൈക്ക് ഓക്കെ പറഞ്ഞോ. അപ്പോൾ അതുകൊണ്ട് കോഴിമുട്ട തരുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് 45 ഡേയ്സ് ചലഞ്ച് ഒരു 7 ദിവസം വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൽ മൊത്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഈ ലാസ്റ്റ് 7 ദിവസം എന്താ സംഭവിച്ചതെന്നുള്ളതും എങ്ങനെ ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും പെട്ടെന്നാണെന്നോ ഈ ഒരു 45 ഡേയ്സിൽ അത്യാവശ്യം വെയിറ്റ് കുറയുന്നതാണ്. അടക്കം ഒരു പറയട്ടെ. അപ്പോൾ ചൂട് വെച്ചിട്ട് കഴിക്കാം ഓക്കെ. ഈ 45 ഡേയ്സിൽ നമുക്ക് പരമാവധി വെയിറ്റ് കുറക്കും എന്നുള്ളൊരു വിശ്വാസം വന്നത് ഈ ലാസ്റ്റ് 7 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. കാരണം ഈ 7 ഡേയ്സിൽ തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ കുറേ നമുക്ക് വേണ്ടാത്ത കുറേ ഫുഡ് ശീലങ്ങളൊക്കെ കണ്ട് മാറി. അപ്പോൾ എന്താ പറയുക, ഫാസ്റ്റ് ഫുഡ് പിന്നെ അതേപോലെ ഷുഗറി ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി കൺട്രോൾ ചെയ്തിട്ട് ഫസ്റ്റ് 3 ഡേയ്സ് അങ്ങോട്ട് പോയി. അങ്ങനെ 4 ഡേയ്സും കൂടി കണ്ട് കൺട്രോൾ ചെയ്തപ്പോൾ തന്നെ ഏകദേശം ബാക്കിയുള്ള ഫുഡോടുള്ള ഒരു കൊതിയും കാര്യങ്ങളൊക്കെ കണ്ട് പോവുകയും ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു ഡയറ്റിൽ തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് 7 ഡേയ്സ് കഴിഞ്ഞ് ഇന്ന് 8th ഡേ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എല്ലാത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ട വിചാരിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ആയി യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഗൈസ് അല്ലേ ഇതിലെ സമയം കിട്ടാത്തതുകൊണ്ടാണ് പറഞ്ഞോ. കിട്ടാത്തതുകൊണ്ടാണ് തൊണ്ടാണ് ഓക്കെ. അപ്പോൾ ഈ 7 ഡേയ്സിൽ ഫസ്റ്റ് ഡേ എന്ന് പറയണത് തന്നെ സ്റ്റാർട്ടിങ് ഡേ ഞാൻ ഈ ഒരു ഇത് ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് ഞാനിങ്ങനെ തുടങ്ങുന്നതിന് തലേദിവസമൊക്കെ ഞാനായിട്ട് എൻ്റെ എനിക്ക് ഷുഗറിനോടുള്ള ക്രേവിങ്സ് ആണ്. കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്രേവിങ്സ് ആണ്. നല്ല ചോക്ലേറ്റും കാര്യങ്ങളും കഴിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രേവിങ്സ് ഞാൻ അതിൻ്റെ തലേദിവസം പോയിട്ട് എന്തോ ഒരു ഫുഡ് എവിടുന്നോ ഇവിടുന്ന് ചേരാൻ തന്നെ ഏതോ ഒരു ഇതിൽ നിന്ന് മേടിച്ച് കഴിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ട് ആ ഒരു കൊതി നമ്മൾ തീർത്തായിരുന്നു. തലേദിവസമല്ല, അതിന് മുന്നത്തെ ദിവസം. അങ്ങനെ ഫുള്ളി കൺട്രോൾ ആവാം എന്നുള്ളൊരൊറ്റ നിശ്ചയം കൊണ്ടാണ് പിറ്റേ ദിവസം തുടങ്ങിയത്. അങ്ങനെ അത്യാവശ്യം അടിപൊളിയായിട്ട് ഞങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ എന്തും തിന്നാം കണ്ട. ഇതിൽ 2 ഇഡ്ഡലി 1 ചമ്മന്തി, അതേപോലെ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് ഫ്രൈ ചെയ്തിരിക്കണ്, കുക്കുംബർ, ജസ്റ്റ് ലീവ്സ് അതരാ അപ്പോൾ കഴിച്ചോ. അപ്പോൾ അങ്ങനെ ക്രേവിങ്സൊക്കെ കഴിച്ച് ഞങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഡയറ്റ് ഞങ്ങളൊരു 46 പേര് ഒരുമിച്ചാണ് ഈ ഒരു ഡയറ്റ് തുടങ്ങിയത് കേട്ടോ. ഞങ്ങൾ അങ്ങനെ പാടണം, എനിക്ക് ഡയറ്റിൻ്റെ കാര്യം പറയില്ല, അപ്പോൾ പാടണം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു 46 മെമ്പേഴ്സ് ഒരുമിച്ചാണ് ഞങ്ങൾ അടക്കം പറയട്ടെ 46 മെമ്പേഴ്സ് ഒരുമിച്ചാണ്. ഇതിലൊരു പാട്ട് പാടിക്കോട്ടെ. ഇതിൽ പാട്ട് പാടുന്ന ഏത് പാട്ടാണ് പാടുന്നത്? ഏതാണ് സയ്യാരത്തോ? പാട് സയ്യാരത്തൂത്തോ മൗസം സരാ സാരൂതാ ഹുവാ. ഇതിൽ പാടി ഓക്കെ, ഗുഡ് ഗേൾ ഓക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 7 ഡേയ്സ് കഴിഞ്ഞു. 7 ഡേയ്സിലും അടിപൊളി, അതായത് ഓരോ ദിവസം അടിപൊളി ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ. അതാണ് ഈ ഒരു ഡയറ്റിൻ്റെ പ്രത്യേകത. ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഷിഫ്റ്റായിട്ടാണ്. അപ്പോൾ 2 ഷിഫ്റ്റ് പറയുമ്പോൾ ഒരു മിനിറ്റ് ഇത് മൈക്കാണ് ഇതിൻ്റെ മൈക്ക്
ഓക്കെ. 2 ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു പേഴ്സണൽ അഡ്വൈസ് നമ്മുടെ ഡയറ്റീഷ്യൻ ഈ ഒരു അതൊക്കെ പറയാം, ഈ ഒരു സൈഗോ ഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്യാങ്ങിൻ്റെ ഒപ്പമാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കൽ ട്രെയിനേഴ്സ് സ്പെഷ്യലായിട്ടുണ്ട്, അതുപോലെ പേഴ്സണൽ ഡയറ്റീഷ്യൻസ് ഉണ്ട്, പിന്നെ ഒരു പേഴ്സണൽ അഡ്വൈസർ ഉണ്ട്, പിന്നെ ഒരു നമ്മുടെ ആപ്പ് ഡീൽ ചെയ്യണ ഒരാളുണ്ട്. അങ്ങനെയൊക്കെ പല ആൾക്കാരും ഉണ്ട് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മളെ തടി കുറയ്പ്പിക്കുന്നത്. അങ്ങനെയാണ് തടി കുറയണത്. ഇവരുടെ ഒക്കെ ഒരു ഫോഴ്സിങ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയറിങ് എന്ന് പറയാമല്ലോ. നമ്മളൊരു ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു കെയർ ചെയ്യുന്ന ഒരു പരിപാടി, അത് നമുക്ക് ഈ ഒരു 7 ദിവസം കൊണ്ട് ശരിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടതും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതും. അങ്ങനെ ഞങ്ങൾ ഒരു മിനിറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ടീമിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൊത്തം ടീമിൻ്റെ എന്താ പറയുക, ഫസ്റ്റ് ഇവരുടെ ആവശ്യം ശരിക്കും എല്ലാവർക്കും വേണം എന്ന് വിചാരിക്കണം. കാരണം ഈ ഒരു ഫോഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതിലേക്ക് വരില്ല. കാരണം ഫസ്റ്റ് ദിവസം 2-ാമത്തെ ദിവസമൊക്കെ നമുക്ക് ശരിക്കും ഫുഡ് കഴിക്കാത്തതിൻ്റെ ശരിക്കറിയും. അത്രയും എന്താ പറയുക, വിശപ്പുണ്ടാവും, കുറേ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു പേടിയൊക്കെ വരും. പക്ഷേ ഇവർ പ്രോപ്പറായിട്ട് നമ്മളെ ഓരോ കാര്യത്തിനും മെസ്സേജ് അയച്ചിട്ടായാലും വിളിച്ചിട്ടായാലും നമ്മളെ ശരിക്ക് എന്താ പറയുക, മോട്ടീവാക്കും. അതാണ് ഇതിൻ്റെ ഒരു രഹസ്യം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞാനും അതേപോലെ മോട്ടീവായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഇത് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ഞങ്ങൾക്കൊരു കോളാണ് വന്നത്. കോള് വന്നിട്ട് ഞങ്ങളുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തും അതേപോലെ നമ്മളെ ബോഡി വിറ്റ്നസ്സിങ്ങും ഒക്കെ ചെയ്തായിരുന്നു. നമ്മളെ ഫിറ്റ്നസ്സൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയറ്റീഷ്യൻ നമ്മളെ ശരിക്കും കോൺടാക്റ്റ് ചെയ്തായിരുന്നു. ഡയറ്റീഷ്യനെ തോന്നണു കോൺടാക്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ അവരായിട്ടുള്ള ഒരു ചെറിയൊരു കോൺഫറൻസൊക്കെ കഴിഞ്ഞ് ആൾ നമ്മളെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് അതിന് ശേഷം പിന്നെ ഡേ 1 മുതൽ തുടങ്ങുകയാണ് എന്തൊക്കെ ഫുഡ് വേണം. അപ്പോൾ എനിക്കിങ്ങനെ ഡേ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും ആയ കാരണം എനിക്ക് അഡ്വൈസ് ചെയ്തത് അവർ നൈറ്റ് ഷിഫ്റ്റിൽ 2 നേരം ഫുഡ് കഴിക്കുക, മീൻസ് മീൽസ് എടുക്കുക. ഡേ ഷിഫ്റ്റിലാവുമ്പോൾ 3 ടൈംസ് പറയും. അങ്ങനെ 3 ടൈംസായിട്ട് മീൽ എടുക്കാനാണ് പറഞ്ഞത്. കഴിക്കുന്നത് രാവിലെ 8 മണിക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ 8 to വൈകുന്നേരം 6 or 7 അല്ലെങ്കിൽ 8 അതിൻ്റെ ഉള്ളിൽ തീർക്കണം. പക്ഷേ 3 മീൽ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പറയ് ഇതിലിങ്ങനെ പിടിച്ച് പറഞ്ഞോ. ഹലോ ഗായ്സ് പറയും. ആരും ഹലോ ഗൈസ് മാത്രമേ അറിയുള്ളൂ. എനിക്ക് എന്താണ് വിശേഷം? നല്ല വിശേഷം. അവരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും നല്ല ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി ആയിരിക്കണം, നല്ല ഫുഡ് കഴിക്കണം, ഇതേപോലെ വ്ളോഗൊക്കെ ചെയ്യാൻ സഹകരിക്കണം. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിനാൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും നല്ല വീഡിയോ അതന്നെ ഞങ്ങൾ ചെയ്യും. ഓക്കെ. ഞാൻ അപ്പോൾ പറയട്ടെ. ഓക്കെ എന്നാ പറയേ ശരി പറയും. നമ്മൾ അപ്പോൾ അങ്ങനെ ഈ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നു. എനിക്കിങ്ങനെ 3 മീലാണ് 2 മീലാണ് നൈറ്റ് ഷിഫ്റ്റിനൊക്കെ ഞാൻ ഓക്കെ അങ്ങനെ പ്രോമിസ് ചെയ്തു, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ശരിക്ക് ഡയറ്റ് തുടങ്ങുന്നത് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ എണീക്കുന്നു. നൈറ്റാണ് എനിക്ക് ഡ്യൂട്ടി, എനിക്ക് 7 to 7 ആണ്. അപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്ത് 2 മണി ഉച്ചയ്ക്ക് 2 മണിക്ക് എന്നോട് ഫസ്റ്റ് മീൽ എടുക്കാൻ പറഞ്ഞത്. ആ മീലെടുത്തു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ രീതിയിൽ ആ മീൽ എടുക്കുന്നതിന് മുന്നേ ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്നും ഇവരുടെ ഒരു കാറ്റഗറി വൈസ് ഒരു വാട്ടർ ഉണ്ട്, ഒരു ഡ്രിങ്ക് ഉണ്ട്. ആ ഡ്രിങ്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കൂടുതലും എടുക്കാറ് എന്താ പറയുക, നമ്മളെ ഉലുവ, ജീരകം, മല്ലിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഒരു വെള്ളം രാവിലെ.
വെറും വയറ്റിലെടുക്കണം. അത് ഞാൻ ഉറങ്ങി എണീച്ചിട്ട് നല്ലൊരു ലോങ് സ്ലീപ്പ് കഴിഞ്ഞിട്ട് അത് ഫസ്റ്റ് എം ടി സ്റ്റൊമക്കിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരരുതെന്ന് അപ്പോൾ പറഞ്ഞിട്ടാ. ഇത് പോവും. ഓക്കെ, അങ്ങനെ ഓക്കെ. അപ്പോൾ നമ്മൾ എം ടി സ്റ്റൊമക്കിൽ ആ ഡ്രിങ്ക് എടുത്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറോ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫസ്റ്റ് മീൽ എടുക്കാൻ. ആ ഫസ്റ്റ് മീല് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുത്ത വെയിറ്റാണ് കേട്ടോ 93.5. അങ്ങനെ ഗൈസ് കളിച്ചു പോയിട്ട് അങ്ങനെ ഈ ഒരു ആശാനെ പറഞ്ഞയച്ചു. ആശാനെ രാവിലെ ചായ കുടിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ വരുന്നുണ്ട് മൂപ്പര്. എജിലെ അവിടെ പോയി കളിച്ചടാ മുത്തേ, അപ്പോൾ അവിടെ പറയണത് തെറ്റണോടാ. ഓക്കെ, അപ്പോൾ പറയട്ടെ, മുണ്ട് എടുത്തിട്ട് ഇനി ഓക്കെ. ഗുഡ് ഗേളാണ് അല്ലേ എജിലി? ഓക്കെ, ഗുഡ് ഗേളാണ് പറഞ്ഞേ. ഗുഡ് ഗേൾ. ഓക്കെ, അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നോ എജിൽ ഇവിടെ ഇരുന്നോ. ഓക്കെ, അടിന്നോട്ടാ. അങ്ങനെ നമ്മൾ എവിടെ നിർത്തിയ പഠിച്ചോനെ, സമ്മതിക്കണില്ല ആശാനേ. തുടക്കത്തിലുണ്ട് ഓൾക്ക് വ്ളോഗ് ചെയ്യണം, അതാ പ്രശ്നം. ഓക്കെ, അപ്പോൾ പറയട്ടെ ഇനി. അങ്ങനെ ഞാൻ തുടങ്ങിയത് 2 മീലായതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ മല്ലി ഉലുവ ജീര അത് ഇട്ട് തിളപ്പിച്ചാറിയ, അതായത് ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എണീച്ച് പാടെ ആ തിളപ്പിച്ചത് ജസ്റ്റ് ഒരു ചെറിയ ചൂടിൽ ഒന്നും കൂടി ഒന്ന് ചെറിയൊരു ചൂടാക്കിയിട്ട് ഒരു ചായ കുടിക്കണ പോലെ. എനിക്ക് ചായശീലം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആ ചായശീലം ഇതോടുകൂടി മാറ്റണം നമുക്ക്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതൊരു ഗ്ലാസ് ചെറിയ ചൂടിൽ, ഒരു ഇളം ചൂടിലെടുത്ത് കുടിച്ചു വെറും വയറ്റിൽ. അത് കുടിച്ചിട്ടാണ് ഫസ്റ്റ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടെൻഷനായിട്ടുള്ളൊരു വിശപ്പൊക്കെ ഉണ്ടായത് കേട്ടോ, വയറൊരു കാളലൊക്കെ ഉണ്ടായത് അല്ലേ. അങ്ങനെ പിന്നെ ഉച്ചയാകുമ്പോൾ ഫസ്റ്റ് തന്നെ നല്ല ഹെവി രീതിയിൽ തന്നെ ഫുഡ് കഴിക്കണ പോലെ തന്നെ ഫീൽ ചെയ്തോട്ടെ വിചാരിച്ചിട്ട് ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ ആക്കിയതും പിന്നെ കുറച്ച് സലാഡൊക്കെ ആയിട്ട് അത് കഴിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം ജോലിക്ക് പോകുന്നതിന് മുന്നേ ഒരു 6 മണി 6:30 ആവുന്നതോടുകൂടി ഒരു ഫുഡ് ഞാൻ അതിൽ കാണിക്കാം. ആ ഫുഡ് എന്തൊക്കെ കഴിച്ചെന്നുള്ളത് ഞാൻ കഴിക്കാം. ചിക്കനല്ല ഞാൻ കഴിച്ചത്, എനിക്ക് നല്ല ഓർമ്മ. കാരണം ഞാൻ 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. കറക്റ്റ് ഓർമ്മയില്ല എന്താ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുണ്ടരുത് അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയട്ടെ, ഗുഡ് ഗേളായിട്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ അത് അവസാനിപ്പിച്ചു. ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ കഴിച്ച 2-ാമത്തെ ദിവസം കഴിച്ച ഫുഡൊക്കെ ഞാൻ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഉലുവ ജീരകം മല്ലിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം കേട്ടോ. എം ടി സ്റ്റൊമക്കിൽ കുടിക്കേണ്ടത്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി സാമ്പാർ കുക്കുമ്പറൊക്കെ കഴിച്ചു. പിന്നെ ഒരു വിശന്നപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ സലാഡ് കഴിച്ചു. അതിൽ ആപ്പിളുണ്ട്, അനാറുണ്ട്, കുക്കുമ്പറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു മീനെടുത്ത് പൊരിച്ച് കഴിച്ചിട്ടാണ് മീലായിട്ട്. അങ്ങനെ നല്ലൊരു മീലായിട്ടാണ് ഫസ്റ്റ് ഡേ കഴിഞ്ഞത്. 2-ാമത്തെ ദിവസം ഇതേപോലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. സെയിം അതൊരു കാര്യം പറഞ്ഞു, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഈ ഒരു 2-ാമത്തെ മീൽ എടുക്കുന്നതിന് മുന്നേ നമുക്കൊരു എക്സസൈസ് ഉണ്ട്. ഒരു 40 മിനിറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 35 മിനിറ്റ്സ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ട്. ഒന്നുമില്ല, കാർഡിയോ റിലേറ്റഡ് എക്സസൈസുകളും വാമപ്പും വാം ഡൗണും കാര്യങ്ങളൊക്കെയാണ്. അതിലൂടെയാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് പെർഫെക്റ്റ് ആവണം കേട്ടോ. അതിന് നമ്മളെ സഹായിച്ച 2 വ്യക്തികളുണ്ട്. അവരുടെ ഒരു വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ ആരാണ് നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്, അവർ 2 പേരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. അത് നമുക്കൊരു ലിങ്ക് അയച്ച ഒരാളാണ്, ഈ ആപ്പ് ത്രൂ ഒരു ലിങ്ക് കിട്ടാറാണ്. ആ ലിങ്ക് യൂട്യൂബിൽ വെച്ചിട്ട് നമുക്ക് വാച്ച് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് എടുത്ത് നമ്മൾ എക്സസൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ജിമ്മിന് പോവാം, ഓടാൻ പോകണമെങ്കിൽ പോവാം. ഞാൻ ഓടാൻ പോകാറാണ് കൂടുതലും ചെയ്യാറ്. ജിമ്മിന് അങ്ങനെ പോകുമ്പോൾ എനിക്ക് ടൈം കിട്ടില്ല, പിന്നെ ഫാമിലിയായിട്ട് ഇരിക്കാനൊന്നും ടൈം കിട്ടില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഓടാൻ പോകും, അല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അത് മതിയായിരിക്കും. അത്യാവശ്യം ഉണ്ട്, നല്ല ഹാർഡ് വർക്കിംഗ് ആണ് അത്. പക്ഷേ നമുക്കെന്നാൽ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. ഒരു ലേഡീസിനെ സംബന്ധിച്ചോളം ഈ ഒരു ഡയറ്റ് പെർഫെക്റ്റാണ്. അതായത് ഇവർക്ക് വീട്ടിൽ ഇരുന്നിട്ട് ജോലിയും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ വർക്ക് ഫ്രം ഹോമുമാണ് ചെയ്യുക, ഈ ഒരു ഡയറ്റും ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞ പോലെ
ലേഡീസിനാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. ഇനി ജിമ്മിന് പോകാനൊക്കെ ഒരു മടി പിടിച്ച ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുറയുന്നതാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും ഫൈനൽ ഔട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ആഫ്റ്റർ 45 ഡേയ്സ്. ഇതൊരു 7 ഡേയ്സിൻ്റെ മാത്രം ബ്ലോഗാണ് കേട്ടോ. കാരണം ഈ 7 ഡേയ്സിൽ എന്തൊക്കെ കഴിച്ചു എന്നുള്ളതും അതേപോലെ എന്തൊക്കെ രീതിയിലാണ് ഞാൻ ഫുഡ് ഫോളോ ചെയ്തത്. അടുത്ത ദിവസം ഉപ്പുമാവും എഗ് വൈറ്റും കൂടിയിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മീലായിട്ട് എടുത്തത് നല്ലൊരു സലാഡ് ടൈപ്പ് പോലത്തെ ബ്രോക്കോളി, ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വേവിച്ചിട്ട് മഷ്റൂമൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു വേവിൽ കഴിച്ചു. അതും പ്ലസ് ഒരു പീസ് ചിക്കൻ എടുത്തിട്ട് ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത് പിന്നെ സ്മാഷ്ഡ് പൊട്ടാറ്റോ വേറെ എടുത്ത് അങ്ങനെ അതും കഴിച്ചു. അതേപോലെ ഫുഡ് ഫോളോ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ഇതിൽ കാണിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഇനി മോർണിംഗ് ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ 3 നേരം എന്നുള്ളത് ഞാൻ രാവിലെ എണീച്ച പാട് ഇത് രാത്രി തിളപ്പിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ ഏതെങ്കിലും വാട്ടർ. അതൊന്നെങ്കിൽ മിൽക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മിൽക്കിൽ മഞ്ഞൾ പൊടി ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാം. അല്ലാതെ ലെമൺ വിത്ത് ചിയാ സീഡ് ഉണ്ട്. അങ്ങനത്തെ ഒരു 5-6 ഡ്രിങ്കുകൾ ഇവർ പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു ഏത് ഡ്രിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതൊരു കണ്ടിന്യൂസ് 7 ദിവസം അങ്ങനെ അടുത്ത 7 ദിവസം വേറെ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റാം. ഇപ്പോൾ എല്ലാം സ്ഥിരമായാലും വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. നമ്മുടെ ഡയറ്റീഷ്യനോട് ചോദിച്ചിട്ടില്ല ഞാനിതുവരെ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ വീണ്ടും ഡേ ഡ്യൂട്ടിക്ക് വന്നു. രാത്രി തിളപ്പിച്ച് വെച്ച വെള്ളം രാവിലെ കുടിക്കുന്നു. ഓട്സ് മീലാണ് പിന്നെ എടുക്കുന്നത്. അപ്പോൾ ഓട്സിൻ്റെ മീൽ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാൻ തയ്യാറാക്കി കൊണ്ടുപോകാറ്. ഞാൻ മീൻസ് വൈഫ് തയ്യാറാക്കി തരും, ഞാനത് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് അത് കഴിക്കാറ്. പക്ഷേ രാവിലെ 6 മണിക്ക് കഴിച്ച് 7 മണി ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ ഓട്സ് മീലോ അല്ലെങ്കിൽ എന്തെങ്കിലും എഗ്ഗ് ബോയിൽ ചെയ്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാവും ഞാൻ പോവുക. പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 10 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് വിശക്കുമ്പോൾ തിന്നാൻ ഒരു സലാഡ് എന്തെങ്കിലും ചിലപ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു ABC ജ്യൂസ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഞാൻ കരുതാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു 11 മണി 11:30 ആകുമ്പോൾ നമുക്കൊരു വിശപ്പ് വരും. ആ വിശപ്പിൻ്റെ ഓക്കെ പോയിട്ട് വാ. അങ്ങനെ ആ ഒരു സമയത്ത് നമുക്ക് വിശക്കുമ്പോൾ തിന്നാൻ നട്ട്സായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാതും ഈ ഒരു ആപ്പിൽ ഇവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നോക്കാം, സെലക്ട് ചെയ്യാം. ഇത് കഴിച്ച് വേണമെങ്കിൽ ടിക്ക് ഇടാം. അങ്ങനെ ആ ഒരു വിശപ്പിൻ്റെ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നട്ട്സും ഇതൊക്കെ ആയിട്ട് എടുക്കുക. ഇനി അതല്ല ജ്യൂസ് എടുക്കുന്നതിന് ഓക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെയാണ് നമ്മളെ മെയിൻ മീലിലേക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ മെയിൻ മീൽ എന്ന് പറയുന്നത് പിന്നെ ഇതേപോലെ ചിക്കൻ ബ്രസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് തിന്നാൻ എല്ലാ ഓപ്ഷനും ഉണ്ട്. പക്ഷേ അളവ് വളരെ ചുരുക്കമാണ്. നമ്മളെന്നും കഴിക്കണതിന് നേരെ ഹാഫാക്കിയിട്ട് വേണം കഴിക്കാൻ. ഇതുണ്ടോ, പിറ്റേ ദിവസം ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഒരു മന്തിയും ഒരു ചിക്കൻ പീസും. അങ്ങനെ ഡയറ്റീഷ്യൻ വിളിച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയോ എന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം ഞാനെടുത്ത മന്തിയുടെ അളവ് ഉണ്ടോ കുറവായിരുന്നു കേട്ടോ. ഓക്കെ, കുടിക്കണ്ട പാല് എന്നാൽ കുടിക്കുക. ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറുക. അബ്ബക്ക് പറയണ്ടേ, ഇവിടെ വന്നിരിക്കുക കറക്റ്റ്. കുടിക്കുക. അപ്പോൾ ഇതാണ് അവസ്ഥ ഗൈസ്. ഒരു വ്ളോഗ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. ചിക്കിട്ട് കുറച്ചുകൂടി വലുതായതിന് കഴിഞ്ഞാൽ വ്ളോഗ് ചെയ്യാമല്ലോ നമുക്ക് ഒരുമിച്ച് അല്ലേ. ഓക്കെ ഇപ്പോൾ പ്രശ്നം കേട്ടോ. ഓക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മൾ നിർത്തിയത് ഉച്ചയ്ക്കൊരു മീല് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം കഴിക്കാം, പക്ഷേ ക്വാണ്ടിറ്റി കുറവും. ഒരു കറി. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നെങ്കിലും എന്ത് വേണമെങ്കിലും കഴിക്കാം. ദോശ വേണമെങ്കിൽ കഴിക്കാം, ഇഡ്ഡലി വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ 4 ഇഡ്ഡലി കഴിക്കണോടത്ത് 2 ഇഡ്ഡലി കഴിക്കാൻ പാടുള്ളൂ. 4 കറി കൂട്ടണോടത്ത് 1 കറിയേ കൂട്ടാൻ പാടുള്ളൂ. ഉച്ചക്കായാലും മീലാണെന്നുണ്ടെങ്കിൽ 1 മീല് 1 കറി, അല്ലാന്നുണ്ടെങ്കിൽ 2 കറി. സലാഡ് നമുക്ക് ആഡ് ചെയ്യാം, എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. സലാഡ് നമ്മളിപ്പോൾ ചോറ് എങ്ങനെയാണോ കഴിക്കുന്നത്, മീൻസ് ഡയറ്റിന് മുന്നേ ചോറ് എങ്ങനെ കഴിച്ചിരുന്നത് ആ ഒരു രീതിയിൽ സലാഡും, എങ്ങനെയാണോ സലാഡ് കഴിച്ചിരുന്നത് ആ ഒരു രീതിയിൽ ചോറുമാണ് എടുക്കേണ്ടത്. അങ്ങനെയാണ് നമ്മളെ ഡയറ്റ് നമ്മൾ ശീലിക്കേണ്ടത്. അങ്ങനെ എടുത്ത് അത് കഴിഞ്ഞ് നേരെ വൈകുന്നേരം സമയത്ത് നമുക്ക് എന്തെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ നട്ട്സായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് തിന്നാം. ഇനി അതല്ല നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വല്ല ആപ്പിളോ പീറോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തിന്നാം. കഴിക്കണതൊക്കെ ഓരോ പ്രോട്ടീനും ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. ഇവർ മെയിനായിട്ട് പറയട്ടെ ഇവർ മെയിനായിട്ട് പറയണത് ഇതിൽ പറഞ്ഞോ ഇവർ മെയിനായിട്ട് പറയണത് ഇവരെല്ലാ ഫുഡിലും പ്രോട്ടീൻ എടുക്കാൻ പറയുന്നുണ്ട്. അതായത് എൻ്റെ ഡയറ്റീഷ്യൻ എന്നോട് പറഞ്ഞത് ഇതേപോലെ പല രീതിയിലാണ് പല ആൾക്കാരോടും പറയുന്നത്. ചിലപ്പോൾ എൻ്റെ ഒരു ബോഡി സ്ട്രക്ചർ കണ്ടിട്ടാണോ ഫിറ്റ്നസ്സും കാര്യങ്ങളും അവർ വിറ്റ്നസ് ചെയ്തിട്ടാണോ എന്നറിയില്ല. എൻ്റെ
ഇത് വെച്ചത് എന്നോട് എല്ലാ മീലിലും പ്രോട്ടീൻ കുറച്ച് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഇടയ്ക്ക് ചിക്കനും കാര്യങ്ങളൊക്കെ കയറ്റാറുണ്ട്. ആദ്യം ഞാൻ ഇതാക്കിയിരുന്നില്ല, എഗ്ഗൊന്നും അധികം കഴിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ എഗ്ഗൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പ്രോട്ടീൻ ബാലൻസ്ഡ് ആക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മെയിനായിട്ട് ഉച്ചക്കത്തെ മീൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വൈകുന്നേരം അതിൻ്റെ ഇടയിൽ വൈകുന്നേരത്തിൻ്റെ ഒരു ഇടയിൽ ഒരു നട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണേ അത് കഴിക്കാം. ഇനി അത് കഴിഞ്ഞ് ഒരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ചായ കുടിക്കാൻ പാടില്ല. മധുരമില്ലാണ്ട് ചായ കുടിക്കുക, വെറും കട്ടൻ ചായ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കോഫി കുടിക്കുക. പാലിട്ട ചായ കുടിക്കണ്ടെന്നാണ് പ്രത്യേകം പറയാറ്. നമുക്ക് തടി കുറക്കാനല്ല നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഒരിക്കലും പാലിട്ട ചായ കുടിക്കല്ലേ. നിങ്ങൾക്ക് ഇങ്ങനെ വേണം ഈ പാല് കുടിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ വെറും വയറ്റിൽ പാലിൽ മഞ്ഞളിട്ടിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാണ്ടുള്ള ഒരു അനുവാദമില്ല. മെയിൻലി ഷുഗർ കട്ട് തന്നെ വേണം. ഷുഗർ 45 ഡേയ്സിൽ കഴിക്കാനേ പാടില്ല. ഇനി അങ്ങനെ കഴിക്കണം എങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുക. അതിനൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു ദിവസം ഒരു ഡയറി മിൽക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പീസ്, ചെറിയ പീസ്, അങ്ങനെ ഒരളവിൽ നമുക്ക് കഴിക്കാം. അതൊരു ദിവസം ഒരു പീസ് കിട്ടുക, അല്ലാണ്ട് ഒരൊറ്റ ബാറല്ല. ഓക്കെ, അങ്ങനെ കഴിച്ചിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. പക്ഷെ എനിക്കങ്ങനെ പ്രശ്നം വന്നിട്ടില്ല, ഞാൻ കഴിക്കുന്നില്ല. കുഴപ്പമില്ല ഉണ്ടെങ്കിട്ടാ അതിൻ്റെ അങ്ങനെ ഫുൾ ഡേ അങ്ങനെ കഴിയും. പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ അതിനും ഒരു 4-5 തരം ഡ്രിങ്ക്സുകളുണ്ട്. വെള്ളത്തിൽ പല സാധനങ്ങളും, ചിലപ്പോൾ കറുകപ്പട്ട ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന സാധനങ്ങളിട്ട് തിളപ്പിച്ച ഏതെങ്കിലും വെള്ളം അവസാനം കെടുക്കുന്നതിന് മുന്നേ. പിന്നെ ഈ ഒരു എൻ്റയർ ഡയറ്റിൽ ഡെയിലി മീല് എല്ലാ സമയത്തും നമുക്ക് വിശക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും എല്ലാ സമയത്തും ഈ ഒരു ആപ്പ് നമ്മളെ ജസ്റ്റ് നോട്ടിഫൈ ചെയ്യും. ജസ്റ്റ് റിമൈൻഡ് ചെയ്യും, 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. അത് കുടിച്ചാൽ തന്നെ നമുക്കൊരു വിശപ്പിന് ഒരു ശമനം കിട്ടും. അപ്പോൾ അതും മറക്കരുത്. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് വന്ന് 3 മീലെടുത്ത് കിടക്കാൻ പോണതിന് തൊട്ട് മുന്നായിട്ട് രാത്രി ഒരു കാരണവശാലും ജ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 8 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് മുന്നേ ഫുഡ് നിർത്തി തന്നെ വേണം. അത് കഴിഞ്ഞ് രാത്രി കിടക്കാൻ പോകുന്ന നേരത്ത് കടയിൽ പോവുക, കൊച്ചുപാട് കടയിൽ പോവുക കേട്ടോ. ഓക്കെ, കിടക്കാൻ പോകുന്നതിന് മുന്നേ ഈ ഒരു ക്ലോ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്ത് സെറ്റായിട്ട് കിടന്നു തുടങ്ങുക. പ്രോപ്പറായിട്ടുള്ള ഉറക്കം, അത് കറയിൽ പോവുക. ഓക്കെ, കൊച്ചുപാട് കറയിൽ പോകണം എന്നാണ് പറയുന്നത് കുട്ടി. കൊച്ചുപാട് കറയിൽ പോവുക കേട്ടോ മിസ് മോളെ. ഓക്കെ, ഗുഡ് ഗേൾ. ഓക്കെ, അങ്ങനെ ഈ ഒരു വെള്ളം എടുത്തിട്ട് നല്ല ഉറക്കം, നല്ല റീക്കവറി കിട്ടണമെങ്കിൽ നല്ല ഉറക്കം വേണം. അങ്ങനെ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്രഷ് ആകും. അങ്ങനെ 7 ദിവസം കഴിഞ്ഞു. 7ാമത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇതുവരെ ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. 7 ദിവസത്തെ വീഡിയോൻ്റെ വ്ളോഗാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ബിരിയാണി വരെ കഴിച്ചിട്ടാണ്. ആ ബിരിയാണി കഴിച്ചത് കൊണ്ട് അന്നത്തെ രാത്രി ഓട്സും അതേപോലെ കുറച്ച് നട്ട്സും എഗ്ഗൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതാക്കി പിടിച്ച്. ഈ 7 ദിവസം എന്ന് പറയണത് 7ാമത്തെ ദിവസം ഒരു യോഗ പോലത്തെ ഒരു ഐറ്റമായിരുന്നു. അതായത് നമ്മളെ സൂര്യ നമസ്കാരം ഒരു 20 സെറ്റോ 10 സെറ്റോ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. എനിക്ക് എത്ര സെറ്റാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അവരൊപ്പം ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്തു. ഒരു മിനിറ്റ്, ഇത് കഴിഞ്ഞ് ഇനിയും പാടണോ? ഒരു പാട്ട് പാടിക്കോ. ഇനി ഏത് പാട്ട്? ഏത് പാട്ടാ? ഏതാണ്? പറയ്, ഏതാ പാട്ട്? അങ്ങോട്ട് നോക്കി പാടിക്കോ. പട്ടെടുത്ത് മുന്നിൽ വന്ന പെണ്ണെ, അങ്ങോട്ട് നോക്കിയിട്ട് പാടി. പട്ടെടുത്ത് മുന്നിൽ വന്ന ഉറക്കെ പാട്, അവർക്ക് കേൾക്കണ്ടേ. പാട്. മുന്നിൽ വന്ന പെണ്ണേ, നീ മുത്തുമാല കോത്ത് വെച്ചതാർക്ക് വേണ്ടി? ചൊല്ല് റജില, എൻ്റെ റജില. അങ്ങോട്ട് നോക്കിയിട്ട് ചൊല്ല് റജില, അങ്ങോട്ട് നോക്കിയിട്ട് എൻ്റെ റജില. പട്ടെടുത്ത് മുന്നിൽ വന്ന പെണ്ണേ. ക്ക് വേണ്ടി. ഓക്കെ, ഞാൻ പാ. ഓക്കെ, ഇനി മതി. ഇനി റജിലയുടെ അവിടെ നിൽക്കാൻ പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗൈസ്, അങ്ങനെ ഈ ഒരു വെള്ളമെടുത്ത് ഓക്കെ, യോഗ കഴിഞ്ഞ് സൂര്യനമസ്കാരം കഴിഞ്ഞ് ലാസ്റ്റ് 7 ദിവസം നമ്മൾ പൂർത്തിയാക്കുകയാണ്. 7 ദിവസം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല ഉറങ്ങി എണീച്ചപ്പോൾ
ഒരു പ്രത്യേക സുഖം കിട്ടും. അതൊരു സംഭവം തന്നെ. ഒരു നല്ല ഉറക്കമാണ് ആ യോഗ കഴിഞ്ഞിട്ട്, മീൻസ് ലാസ്റ്റ് സൂര്യനമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കും. അത് ഞാൻ പറയാൻ പറഞ്ഞു, ഈ ഡയറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഇവർ നമ്മളെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കും, നമ്മളെ വെയിറ്റ്. പിന്നെ അതുപോലെ എന്നോട് അങ്ങനെ ചോദിച്ചില്ല, പക്ഷേ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. തൈ, ഹിപ്പ്, അതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് ചോദിച്ചായിരുന്നു. ഓക്കെ, ഇത് നോക്കിക്കോട്ടാ. ഓക്കെ, ഇത് നോക്കി, ഇത് പറയാം, ഒരു മിനിറ്റ് അപ്പോൾ പറയട്ടെ. അങ്ങനെ മെഷർമെൻറ്റ്സ് ഒക്കെ ചോദിച്ചിരുന്നു, എൻ്റെതും ചോദിച്ചിരുന്നു. എൻ്റേത് ജസ്റ്റ് വെയിറ്റ് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും ചോദിച്ചിരുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതൊക്കെ 7ാമത്തെ ദിവസം യോഗയും കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് വീണ്ടും നമ്മൾ വെയിറ്റ് നോക്കുന്നത്. എനിക്ക് ഒരു 1.8 കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആൾക്കാർക്കും പല രീതിയിൽ. 100 വെയിറ്റുള്ള ആൾക്കാർക്ക് 4 കിലോ കുറഞ്ഞവരുണ്ട്, 2 കിലോ 3 കിലോ കുറഞ്ഞവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ടി വി വെച്ചോ. അങ്ങനെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കും. നമ്മളെ വെയിറ്റ്, തൈ, ഹിപ്പ് എല്ലാ വെയിറ്റും എടുക്കും. 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒന്നും കൂടി മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഈ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ കുറഞ്ഞതും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു വിന്നറെ അവർ അനൗൺസ് ചെയ്യും. ആരാണ് കൂടുതൽ ഫോട്ടോഗ്രാഫ്സ്, സ്റ്റോറീസ് ഇട്ടിട്ടുള്ളത്, പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ കുറേ ഒരു കോമ്പറ്റീഷൻ പോലെയാണ്. അതേപോലെ നമ്മളെ അഡ്വൈസറെ വിളിച്ച് ഇത് നേരം ഫോളോ അപ്പ് ചോദിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള കണക്ഷൻസ് നമുക്ക് കിട്ടും ഇതിൽ നിന്ന് മെയിനായിട്ട്. പിന്നെ അങ്ങനെ വിന്നർ അവർ അനൗൺസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 7 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിന്നർ അനൗൺസ് ചെയ്യുന്നുണ്ട്. എത്ര വെയിറ്റ്, കൂടുതൽ വെയിറ്റ് കുറച്ച ആൾ, അതുപോലെ നല്ല പോസ്റ്റ് ഇട്ട ആൾ, നല്ല സ്റ്റോറി ഇട്ട ആൾ, നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾ, നല്ല മെയിൽ പോസ്റ്റ് ചെയ്ത ആൾ, അങ്ങനെ എല്ലാ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഈച്ച് ആൻഡ് എവ്രി മീലും നമ്മളെ ഡയറ്റീഷ്യനും നമ്മളെ ഇവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഡയറ്റീഷ്യന്മാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്ത് മീലാണ് എടുത്തത്. ഇനി അവർ എന്തെങ്കിലും ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറക്കാൻ പറയും. ഇനി അതല്ല പ്രോട്ടീൻ, കാൽഷ്യം, അങ്ങനെ എന്തെങ്കിലും, കാൽഷ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനും എന്താ പറയുക, കാലറി കൂടിയതും കുറഞ്ഞതൊക്കെ ആയിട്ടുള്ള അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അതൊക്കെ ബാലൻസ് ചെയ്ത് തരും. ഇപ്പോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിച്ചാൽ മതി എന്ന് പറയും, കുറവാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലും നമ്മളെ ശരിക്ക് അഡ്വൈസ് ചെയ്ത് തരും. അങ്ങനെ ആ ഒരു പ്രോപ്പർ അഡ്വൈസൊക്കെ കൊണ്ട് നമ്മൾ 7 ദിവസം കഴിഞ്ഞ് പോയി നമ്മൾ ഒരു 1.8 kg കുറച്ചു. അൽഹംദുലില്ലാഹ്, ഉഷാറായിരുന്നു. എന്നിട്ട് ഞാൻ എന്നോടൊരു സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഈ ഒരു എല്ലാ പോസ്റ്റ് ഇടുന്നതും ഈച്ച് മീൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ ഓരോ പോയിൻറ്റ്സ് ഉണ്ട്. ഈ പോയിൻറ്റ്സ് റിലേറ്റഡ് ആയിട്ട് 45 ഡേയ്സ് ചലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ചൊരു വിന്നറെ സെലക്ട് ചെയ്ത് ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ 2 വിന്നേഴ്സിനെ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് പ്രൈസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും ഫോക്കസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു റിവെഞ്ച് പോലെയൊക്കെ എടുത്തിട്ട് നമുക്ക് തടി കുറക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ശരിക്കും തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിന്നർ ആവണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് നമ്മൾ. പ്രൈസ് മേടിക്കണം എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും, പക്ഷേ എനിക്ക് വിന്നർ ആവണം എന്നുള്ളൊരു ഇതുണ്ട്. ഇനി വിന്നർ ആയില്ലെങ്കിലും നമുക്ക് തന്നെ ഉപകാരം, വിന്നർ ആയാലും ഉപകാരം. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നല്ല ഹെൽത്തി ലൈഫ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നു, സൈഗോഫിറ്റ് മറക്കണ്ട. സൈഗോഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. നമ്മളെപ്പോലെ തടി, എന്താ പറയുക, കൊതിയും വെറിയും ഫുഡിനോടുള്ള അത്രയും പ്രശ്നങ്ങളും മടിയും ഒക്കെ ഉള്ള ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ഇതിൻ്റെ ഇതിൽ നടക്കുന്നത്. പക്ഷേ ആ ഒരാളും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തടി കുറക്കാറുണ്ട്. നമ്മളൊപ്പം ഈ ഒരു ഗ്യാങ്ങിൽ നമ്മളൊപ്പം കൂടുന്നുണ്ട്. തടി കുറച്ചിട്ട് നമ്മളെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യണമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ശരിക്കൊന്ന് ഇൻവോൾവ് ആവാൻ പറ്റും ഈ ഒരു ആപ്പിൽ. അപ്പോൾ സൈഗോഫിറ്റ് മറക്കേണ്ട എല്ലാവരും. വേഗം കയറി നെക്സ്റ്റ് സീസണിൽ കയറി തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കുറക്കുക. നല്ല പരിപാടിയാണ്. എല്ലാ മീലും കഴിക്കുക. എല്ലാ ബാക്കിയുള്ള ഡയറ്റ് പറയണ പോലെ അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. ഇതിലെല്ലാ മീലും കഴിക്കുക. പക്ഷേ ക്വാണ്ടിറ്റി ഇവർ ചെക്ക് ചെയ്യലും ഇതൊക്കെ ഇവരെ നിർദ്ദേശപ്രകാരമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സമയമില്ലാത്തവർക്കും സമയമുള്ളവർക്കും ചെയ്യാം. എൻ്റെ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് സമയത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമുള്ള ആളാണ്. പക്ഷെ എന്നിരുന്നാലും ഞാനിത് ഈ ഒരു നമ്മളെ ലൈഫിന് വേണ്ടി, നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ മാറ്റി വെച്ചിട്ടാണ് ഞാനൊരു കാര്യം ചെയ്യുന്നത്. സോ ഗൈസ്, എല്ലാവർക്കും പറ്റും എന്ന് വിചാരിക്കുന്നത്. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്ന് തീർച്ചയായിട്ടും എനിക്ക് വിശ്വസിക്കാം. കാരണം എന്താ പറ്റുക, എനിക്ക് പറ്റിയില്ലേ. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ.
സിമ്പിളായിട്ട് തടി കുറക്കാവുന്നുള്ള നല്ല ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഉള്ളതാണ് ഈ ഒരു 7 ദിവസം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അതിനവിടെ ഷെയർ ചെയ്യുന്നത് ഇതൊരു വ്ളോഗ് പോലെ ഞാൻ ഇടും. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം എന്താണ് കീപ്പ് ചെയ്യണത്. നൈറ്റ് ഷിഫ്റ്റും മോർണിംഗ് ഷിഫ്റ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ 2 മീൽ നൈറ്റ് ഷിഫ്റ്റിനും മോർണിംഗ് ഷിഫ്റ്റിൽ 3 മീലുമായിട്ടാണ് ചെയ്യണത്. രാവിലെ ഒരു എംപ്റ്റിയും സ്റ്റൊമക്കിലൊരു ഡ്രിങ്ക് ഉണ്ട്, വൈകുന്നേരം മീൻസ് കിടക്കാൻ പോകുമ്പോൾ കിടക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ട്. ഇത് നിർബന്ധമായിട്ട് എടുക്കണം. പോരാത്തതിന് ഒരു 40 മിനിറ്റ്സ് വരുന്ന 40 to 45 മിനിറ്റ്സ് വരുന്ന ഒരു എക്സസൈസ് സെഷനും കൂടി ഉണ്ട്. ലൈവായിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിങ്ക് അയച്ചു തരും. ആ സെഷനും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു എക്സസൈസ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്തായാലും തടി കുറയും എന്നുള്ളൊരു രീതിയാണ്, നമുക്ക് മനസ്സിലാവും, ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡയറ്റിൻ്റെ ഒരു രീതി വരുന്നത്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തടി കുറക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷനും കൂടിയാണ്. ഞാൻ ഇതിൻ്റെ ഒരു പ്രൊമോഷനോ ഒരു ഇതും പറയല്ല, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഞാനിങ്ങനെ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ചെയ്യുന്നുണ്ട്. അതൊരു ആപ്പ് ത്രൂ ആണ്, ഈ ഒരു സൈഗോഫിറ്റ് എന്ന് പറഞ്ഞ ടീം ത്രൂ ആണ്. ദാറ്റ്സ് ഓൾ. സോ ഗൈസ് വൈൻഡ് അപ്പ്. ഓക്കെ, താങ്ക് യു പറഞ്ഞേ. ബൈ ബൈ. See you. ഇങ്ങനെ ഫ്ലൈങ് കിസ് കൊടുക്കും, ഇങ്ങോട്ട് നോക്കിച്ച്. ഓക്കെ ഗൈസ്, താങ്ക് യു.